നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ജോലികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫുള്ള് കാണാൻ ശ്രമിക്കുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വാവേനെ പഠിക്കാൻ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. പഠിക്കാനാക്കിയിട്ട് വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ വന്നിട്ട് കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിലിടുകയാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ മെഷർമെൻറ്റ് ചെയ്യുന്നത്. 2 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്, സെപ്പറേറ്റായിട്ട് ഇടുന്നില്ല. സെപ്പറേറ്റായിട്ട് ഇടുന്നവരും ഉണ്ട്, പക്ഷേ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അത് എന്നിട്ട് നന്നായിട്ട് കഴുകി ഫസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വെള്ളത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് വൈകിട്ട് രാത്രി ഞാൻ അരച്ച് വയ്ക്കും. മിക്സിയിലാണ് കേട്ടോ അരയ്ക്കുന്നത്, അരച്ച് വയ്ക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പണികളെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് സമയം പോകുന്നതേ അറിയില്ല. പെട്ടെന്ന് നമ്മൾ രാവിലെ എണീക്കുക, കിച്ചണിൽ ഒന്ന് കയറി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്കും സമയം ഫാസ്റ്റായിട്ട് അങ്ങ് നീങ്ങുകയാണ്. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വന്നാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ട് തലേ ദിവസം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഞാൻ ചെന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. പിന്നെ റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ്. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ്. കുഞ്ഞു കുട്ടികളുള്ള വീട് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവർ പിന്നെയും അത് നശിപ്പിക്കും. പിന്നെയും നമ്മൾ അടുക്കി വയ്ക്കുന്ന സാധനങ്ങൾ വാരി വലിച്ചിടുക, തുണികൾ വാരി വലിച്ചിടുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വൃത്തിയാക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതല്ലേ നമ്മൾ അത് ചെയ്യേണ്ടത്. പക്ഷേ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിൽ അത് പറ്റില്ല. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവർ പിന്നെയും ഒരു സൈഡിൽ നിന്ന് വൃത്തികേടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പയറും മെഴുക്കുവരട്ടിയാണ്. പയറും മെഴുക്കുവരട്ടിയും അതുപോലെ ഉരുളക്കിഴങ്ങ് കറിയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ചിക്കൻ കറി വയ്ക്കുന്ന പോലെ വയ്ക്കുകയാണ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി അങ്ങനെ പറയാം. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു സവാള കുറച്ച് എടുക്കുന്നുള്ളൂ. ഒരു സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ കറി എങ്ങനെയാണ് വയ്ക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. ജിഞ്ചർ ഗാർലിക്ക് അതുപോലെ ഗ്രീൻ ചില്ലി അതിൻ്റെ പേസ്റ്റ് കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല ഞാൻ പേരിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലേവർ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താലൊക്കെ കുട്ടികൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഭാവിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ സൂത്രപ്പണിയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ്, സവോള ഇതെല്ലാം ഇട്ട് ആ ഒരു മസാലയെല്ലാം അതിനകത്ത് പിടിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുകയാണ്. വെന്ത ഉരുളക്കിഴങ്ങല്ല ഇടുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളം വയ്ക്കണം. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഉണക്കമീനും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭാവിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ലഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രഷായി കുളിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെടി എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടാങ്കിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ കോഴിയുണ്ട് ഇവിടെ. കോഴി വന്നിട്ട് ഇതെല്ലാം നശിപ്പിച്ച് കളയാണ്, വെറുതെ കൊത്തി പറിച്ച് അവിടെ ഇടുകയാണ്. ചെടികളൊക്കെ വയ്ക്കുന്നതിനേക്കാളും ഒരുപാട് ഇഷ്ടം ഇതുപോലെ പച്ചക്കറികൾ, നമുക്ക് ഉപകാരപ്പെടുന്ന പച്ചക്കറികളൊക്കെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വിത്ത് മേടിച്ചിട്ട് വന്നിങ്ങനെ തറയിലാണ് കേട്ടോ ഇതെല്ലാം വെച്ചിരുന്നത്. പക്ഷേ കോഴിയുടെ ശല്യം കാരണം ഒന്നും കിട്ടുന്നില്ല, എല്ലാം നശിപ്പിച്ച് കളയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് ടാങ്കിൻ്റെ മുകളിൽ വെച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് സേഫായിട്ട് എവിടെ തറയിൽ വെക്കണം. എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചിട്ടൊക്കെ വെക്കണമെന്നാണ് എൻ്റെ ഒരു ഐഡിയ. എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ തറയിൽ കുറച്ച് തക്കാളിയുടെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് മൊത്തം നശിപ്പിച്ചു കേട്ടോ. അപ്പോൾ ചെടിയെല്ലാം നനച്ചതിന് ശേഷം ഞാൻ രാവിലെ അരി ഉഴുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് അരച്ച് വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാനതിൽ ചോറും അരച്ച് ചേർത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അരച്ച് ചേർത്തത്. അത് കഴിഞ്ഞ് കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ജോലികളെന്ന് പറയുന്നത്. ഇത് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുക, ഫോണിൽ കളിക്കുക, ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.